ഇന്ന് ലക്ഷ്മി അതേപോലെ നിവിനും സംസാരിക്കുന്നുണ്ട്. എന്താ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിസ്റ്റർ ഭയങ്കര ടോക്കറ്റീവാണ്, എന്നെപ്പോലെയല്ല, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കില്ല, അവൾക്ക് ഭയങ്കര ടോക്കറ്റീവ് നേച്ചറാണ്, അതുപോലെ ഞാൻ നന്നായി കുക്ക് ചെയ്യുകയും ചെയ്യും, ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് എല്ലാതും. സെലിബ്രിറ്റീസുകളെല്ലാവരും അത്യാവശ്യം നോളേജ് ഉള്ളവർ, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവരാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നിവിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ സെലിബ്രിറ്റി ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, സെലിബ്രിറ്റി ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ആവാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു കോമഡി പോലെ പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മളെ ബ്രേക്ക് ചെയ്യാനും അതുപോലെ മേക്ക് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാം, നമ്മളിവിടെ പറയുന്നതെല്ലാം സൂക്ഷിച്ച് വേണ്ടി പറയേണ്ടി വരും. പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, വായിന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ നിന്ന് തീർന്നു. അപ്പം നമ്മൾ ഇപ്പോൾ പോസിറ്റീവായിട്ട് നടന്നാലും പെട്ടെന്ന് ആ ഒരു സെലിബ്രിറ്റി ഇമേജൊക്കെ പോകാനായിട്ട് സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാനൊന്നും പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോയിലുള്ള ഇൻ്റർവ്യൂസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഓൺലൈൻ മീഡിയാസ് വന്ന് നമ്മൾ വളഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വായിന്ന് എങ്ങാനും എന്തെങ്കിലും അറിയാതെ പോകും. നമുക്ക് സൂക്ഷിച്ച് വേണം എല്ലാം സംസാരിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയേണ്ടത്, എനിക്കും കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതിൽ 95% ഫാൻ ബേസ് ആണെങ്കിൽ ഒരു 5% നെഗറ്റീവ് കമൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നെയ്മർ ശരിയാണ് തന്നെ, അതും വേണമല്ലോ, അതില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മണന് ഒന്നും ചെയ്യാതെ മരിക്കുന്നതിനേക്കാൾ നല്ലതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ചെയ്യുന്നതല്ലേ, ഇമ്പാക്റ്റ് ഉണ്ടാക്കി മരിക്കുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. നെവിൻ അനീഷിനെ പറ്റി സംസാരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അനീഷ് വന്ന ദിവസം ആദ്യത്തെ ഫസ്റ്റ് ഡേ ഇരുത്തുണ്ടായിരുന്നു, അവിടെ ആ മൂലയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. മൈജിയുടെ ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാതെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളെന്തിനാ പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഞാൻ വിചാരിച്ച മൈജിയുടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാവുന്ന ഒരാളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നെവിൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ആളെ പുച്ഛിച്ച് വിട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ആൾ പാവമാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് ചിന്തിച്ച് വെക്കും, അതാണ് ആളുടെ പ്രശ്നം എന്നുണ്ട്. പിന്നെ ആൾക്ക് എല്ലാതും ഹാപ്പിയാണ്, പിന്നെ വലിയ പരാതി കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ പോലെ ഫുഡിനോ ഡ്രസ്സിനോ അങ്ങനെ പരാതിയും കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ അനീഷിനെ പറ്റിയിട്ട് ലക്ഷ്മി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.